ഒരു വ്യക്തിയെ പരിചയപ്പെട്ടാൽ അയാൾ നമ്മളോട് കാണിക്കുന്നത് അയാളുടെ യഥാർത്ഥ സ്വഭാവമാണോ അതല്ല അയാൾ നമ്മളോട് അഭിനയിക്കുകയാണോ എന്നറിയാനുള്ള ചില ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു വ്യക്തി നമ്മളോട് നല്ല നീറ്റായി പെരുമാറുകയും അതേസമയം മറ്റുള്ളവരോട് മോശമായി പെരുമാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ വ്യക്തി എങ്ങനെയുള്ള ഒരാളാണ് എന്ന് നമുക്ക് സംശയം വരും. ഇങ്ങനെയുള്ള വ്യക്തിയോട് എപ്പോഴെങ്കിലും അയാളുടെ അഭിപ്രായത്തിന് എതിരായി സംസാരിച്ച് നോക്കുക. ഉദാഹരണത്തിന്, ആ വ്യക്തി നിങ്ങളോട് ഇന്ന് നമുക്ക് ആ സിനിമയ്ക്ക് പോകാം എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല, ഇന്ന് പോണ്ട, നാളെ പോകാം എന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ ആ വ്യക്തി ഇതുവരെ ഇല്ലാത്തൊരു സ്വഭാവം, ഒരു ക്യാരക്ടർ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണെങ്കിൽ, അതായത് നീ എന്താ അങ്ങനെ പറയുന്നേ, അതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് മുഖം കറുപ്പിച്ച് നിങ്ങളോട് ചൂടാകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം അതാണ്. ഇത് പറയുന്നതിന് മുമ്പുള്ള അയാളുടെ സ്വഭാവം മറ്റെന്തോ കാര്യലാഭത്തിനു വേണ്ടിയായിരുന്നുവെന്ന് മനസ്സിലാക്കുക. അടുത്തതായി, ഒരു വ്യക്തി നിങ്ങളോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് അയാൾ മറ്റുള്ളവരോടും പെരുമാറുന്നതെങ്കിൽ ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം അത് തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഇനിയൊരാൾ തൻ്റെ ഭാര്യയോടോ മക്കളോടോ അച്ഛനോടോ വീട്ടിലുള്ള ആരായിരുന്നാലും ശരി, അവരോടൊക്കെ പെരുമാറുന്നത് വളരെ മോശമായിട്ടും നിങ്ങളെ കാണുമ്പോൾ വളരെ മാന്യമായി പെരുമാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം മോശം തന്നെയാണ്. ഒരു വ്യക്തി നമ്മളോട് കൂടെയുള്ളപ്പോൾ ഒരു സ്വഭാവവും നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി നിൽക്കുമ്പോൾ മറ്റൊരു സ്വഭാവവും കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മളോട് വല്ലാത്ത സ്നേഹം കാണിക്കുകയും നമ്മെ വല്ലാതെ സുഖിപ്പിക്കുകയും നമ്മുടെ ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തി നമ്മളൊന്ന് മാറി നിന്നാൽ, ഒന്നോ രണ്ടോ ദിവസത്തിന് അല്ലെങ്കിൽ ഒരാഴ്ച ഒന്ന് മാറി നിന്നാൽ, നമ്മൾ അടുത്തുള്ളപ്പോൾ നമ്മെ കെയർ ചെയ്തിരുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അതുപോലെ നമ്മോട് ഷെയർ ചെയ്ത് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ച് വിളിച്ചന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പെരുമാറ്റം യഥാർത്ഥമാണ്. അതല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ ഈ പറഞ്ഞതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മറ്റെന്തോ കാര്യലാഭത്തിന് വേണ്ടി മാത്രമായിരുന്നുവെന്ന് മനസ്സിലാക്കാവുന്നതാണ്.